some lines. My name is Billa. Hey, my name is Billa. வாழ்க்கையெல்லாம் My name is Billa. வாழ்க்கையெல்லாம் நானும் பார்க்காத ஆளில்லை, போகாத ஊரில்லை ஐயா. நல்ல நண்பன் இல்லை என்றால் எங்கு போனாலும் விடமாட்டேன், நானாக தொடமாட்டேன் ஐயா. Hey. Wow. അടുത്ത ക്ലൂ റെഡിയാണോ? Yeah. ഹാരിസ് ജയരാജനെ കൊണ്ട് റോക്ക്, ഇലക്ട്രോണിക് ഗിറ്റാർ വെച്ചിട്ടുള്ള പാട്ടുകൾ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഒരു ഗാന പാട്ട് എടുത്ത് വിട്ടു. ഡങ്കാമാരി. ഡങ്കാമാരി is also experience. എല്ലാ പാട്ടിലും ഉണ്ട് കേട്ടോ, എന്തെങ്കിലും എവിടെയെങ്കിലും എന്ത് കാണും. ഡങ്കാമാരി എന്നെ വിളിച്ചപ്പോ അത് വന്നിട്ട് മരണ ഗാന വിജി പറഞ്ഞിട്ട് ഒരാളെന്ന് പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ധനുഷും പാടിയിട്ടുണ്ടായിരുന്നു. ധനുഷും പാടി. അപ്പോ എന്നെ വിളിച്ചപ്പോ മെയിൻ ആയിട്ട് വിളിച്ചത് ചരണമാണ്. ചരണത്തിൽ വന്നിട്ട് ഒരു എറ്റാതെ ഒരു സ്ഥലത്തിൽ ഒരു ഇതുണ്ട്. ആ പോർഷൻ വന്നിട്ട് പാടാൻ പറ്റുമോ പറഞ്ഞിട്ട് എന്നെ വിളിച്ചേ. അപ്പൊ ഞാൻ അവിടെ പോയപ്പോ തന്നെ പാട്ടൊക്കെ കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആടാ സൂപ്പർ, ഡെഫിനറ്റ്ലി ഹിറ്റ്. ഈ പാട്ട് ഡങ്കാമാരി ഡങ്കാമാരി കേട്ടപ്പോഴേ എനിക്ക് സൂപ്പർ അങ്ങനെ പറയുന്നത്. അപ്പോ നമുക്ക് വന്നിട്ട് ഇത് അച്ഛന്റെ വോയിസ് ആണ് കേട്ടോ. അച്ഛന് നല്ല പിച്ചൊക്കെ സൂപ്പറായിട്ട് പോകും. അപ്പോ പിച്ച് വന്നിട്ട് എനിക്ക് എപ്പോഴും ഭയങ്കര ഇതാണ്. ഒത്തിരി പാട്ടിൽ വന്നിട്ട് ഹൈ പിച്ചിനൊക്കെ വിളിക്കും. അപ്പൊ വന്നിട്ട് എനിക്ക് ഉറപ്പായിരുന്നു അത് പാടാൻ പറ്റും നമുക്ക്. ഓക്കെ, ആ പിച്ച് അടിച്ചിടலாம் പറഞ്ഞിട്ട്. അപ്പോ ഹാരിസ് വന്നിട്ട് இந்த பிச்சு வருமாயா அவனுக்கு கீவேர்டு டிங் 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 அது பாடிடலாம் சார். பாடிப்பாரு சார். பூத்துல போறோம், அடிக்கிறோம், அவ்வளவுதான். ഇപ്പൊ എന്നിട്ട് അങ്ങനെ സ്ട്രെയിറ്റ് ബൂത്തിൽ പോയി ഓപ്പൺ. പക്ഷെ നമുക്ക് ആ സ്ട്രെയിൻ നമ്മള് വെറുതെ നമ്മൾ വോയിസ് കളയേണ്ടതല്ല. നമുക്ക് സ്ട്രെയിറ്റ് അവിടെ പോയിട്ട് കേട്ടിട്ട് ടപ്പ് നടിച്ചാൽ മതി. പിന്നെ നോക്കിയാ ആ പാട്ട് ഫുള്ളായിട്ട് പാടി. ധനുഷിന്റെ പോർഷനൊക്കെ മരണഗാനന്റെ വിജിന്റെ പാടിയില്ല, പക്ഷെ ധനുഷിന്റെ ഇതൊക്കെ മൊത്തം പിന്നെ പാടി. ബിക്കോസ് ഒന്നായത് വന്നിട്ട് ആദ്യം ആ സ്ലാങ് ഇറ്റ്സ് എ വെരി ഡിഫറെന്റ് സ്ലാങ്. ഇത് നമ്മള് ഈ നോർത്ത് മെഡ്രാസിന്റെ സ്ലാങ് പോലെ അല്ല, അതിനേക്കാളും ഡീപ്പാണ്. നോർത്ത് മെഡ്രാസിന്റെ ഞാൻ ഒത്തിരി പാടിയിട്ടുണ്ട്, നമുക്കറിയാതെ എങ്ങനെയെന്ന്. പക്ഷെ ഇത് വന്നിട്ട് അത് വന്നിട്ട് കംപ്ലീറ്റ്ലി ഒരു വേറെ ഒരു സംഭവമായിരുന്നു. ഞാൻ ചോദിച്ചോട്ടെ, അതിൽ തന്നെ കുറെ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിട്ട് കുറെ ഇന്റർപ്രിട്ടേഷൻ, കുറച്ച് വേരിയേഷൻസ് ഒക്കെ വരുമല്ലോ. അപ്പം ഡങ്കാമാരി ഉദാരി അതൊരു വേറെ മീറ്റർ, അത് കഴിഞ്ഞിട്ട് റോട്ടെടുത്ത് അവിടെ കുറച്ച് താഴെ. അതെ, അത് മൊത്തം ധനുഷിന്റെ ആയിരുന്നു. മറ്റേത് വന്നിട്ട് മരണഗാന വിജി. അത് മൊത്തം വന്നിട്ട് മരണഗാന വിജയായിരുന്നു. പിന്നെ ഈ പാടിയത് ഞാൻ റീപ്ലേസ് ചെയ്ത് വന്നിട്ട് അതെല്ലാം വന്നിട്ട് കൗണ്ടർ. പിന്നെ ചരണത്തിലാന്ന് ആക്ച്വലി വന്നിട്ട് ബിക്കോസ് ശരിക്കും നോക്കിയാൽ ആ പാട്ട് കിട്ടിയതേ അങ്ങനെയാണ്. അല്ലെങ്കിൽ വന്നിട്ട് പ്രോബ്ലി ദേ വുഡ് ഹാവ് ഡൺ വിത്ത് ഇറ്റ്. ആ പാട്ട് വന്നിട്ട് ആ പിച്ച് പ്രോബ്ലി ലൈക്ക് ഈവൻ ദേ കുഡന്റ് റീച്ച് ഇറ്റ് ആ ചരണത്തില്. അപ്പൊ അതുകൊണ്ടാണ് ആക്ച്വലി ദേ കോൾ മീ. ഐ ടോൾഡ് യു ആദ്യം ചരണ ട്രൈ ചെയ്ത്, പിന്നെ അത് നന്നായിട്ട് വന്നപ്പോ ദേ ട്രൈ ദ ഹോൾ സോങ്. അടുത്ത ചരണം വന്നിട്ട് கண்டுகள பாவதிய மதிக்கல ஏமாலத்திய தள்ளி விட்ட ரேவதிய ஓட விட்டேன் கோமத்திய ஃபிகருங்க குத்துடு மேட்ட காத்தாம் நான் மாட்டிக்காம கட்டிக்கினேன்னு காத்தாம் இவ பார்த்ததுமே ஆகி புட்டேன் சிக்காத்தாம் என்ன மயங்க விட்டு மாத்தி நீயே பேக்காத்தாம் முட்டைக்கண்ண ஊட்டிக்கின்னு புருவத்தை தான் சுருக்கிக்கின்னு பொட்டு பூவும் வச்சுக்கின்னு புடவையத்தான் கட்டிக்கின்னு கண்ணால வலை விரிச்சா கண்ணம்மா உன்னை கண்ணாய் விட்ட கண்ணி பையன் நானம்மா உன் காதல தான் டப்பு நின்னு சொல்லம்மா நீ சொல்லாம் கட்டி செத்தம் போனோம் நானம்மா ஏ டங்கா மாறி ஊதாரி புட்டுக்கின நீ நாரி ருட்டெத்து கோட்டு போட்டேன் கோட்டு மேல ரோட்டு போட்டேன் ரொட்டு மேல ஆட்டம் போட்டு ஆள போட்டேன்.
നമുക്ക് എപ്പോഴെങ്കിലും ചെന്നൈ വന്നിട്ട് നേരിട്ട് ജാം ചെയ്തിട്ട് പാടാം. തീർച്ചയായിട്ടും. ഞാൻ രവീന്ദ്രൻ മാസ്റ്റർ ചില ആളുകൾ പറയുന്ന കാര്യങ്ങളും ഇന്റർവ്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ആളാണ്, വളരെ സീരിയസ് ആയിട്ട് ലൈഫിനും മ്യൂസിക്കിനൊക്കെ അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണെന്നൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ള ഒരു ഇമേജ്. അതിന്റെ നേരെ തന്നെ ഒരു കോൺട്രാസ്റ്റിങ്ഷൻ ആയിട്ടുള്ള ഒരു മകനാണ്. ഭയങ്കര കൂളാണ് നിങ്ങള്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങളെ. ഇല്ല ആക്ച്വലായിട്ട് വന്നിട്ട് അച്ഛൻ ഭയങ്കര കൂളാന്ന് കേട്ടോ. അച്ഛൻ വന്നിട്ട് ഭയങ്കര കൂളാന്ന് ആൻഡ് ഭയങ്കര എന്റർടൈനർ ആയിരുന്നു. ഞാൻ അച്ഛനോട് ഒത്തിരി കമ്പോസിനൊക്കെ പോകും. അച്ഛനോട് കമ്പോസിൻ ഒത്തിരി വന്നിട്ട് ഷൊർണൂറും പിന്നെ എവിടെയെങ്കിലും നാട്ടിലൊക്കെ, നമ്മൾ ചെന്നൈയിലായിരുന്നല്ലോ. അപ്പൊ അത് മെയിൻ ആയിട്ട് ഞാൻ പോകുന്നത് അച്ഛനോട് പോയി ഹോട്ടലിൽ സ്റ്റേ ചെയ്യാനാണ് കേട്ടോ. ആ ഹോട്ടലിൽ പോകുമ്പോൾ നമുക്ക് ഫ്രൂട്ട് സലാഡ്സും ഇങ്ങനെയൊക്കെ എടുത്ത് മേടിച്ച് കഴിക്കാം. സോ നമുക്ക് അതൊക്കെ ഭയങ്കര ഇതായിരുന്നു. അപ്പൊ ഞാൻ പോകുമ്പോഴൊക്കെ അച്ഛനെ ചുറ്റി എപ്പോഴും ഒരു 5-6 പേര് കാണും കേട്ടോ. പ്രൊഡ്യൂസർ ആവട്ടെ, ഡയറക്ടർ ആവട്ടെ, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആവട്ടെ, അച്ഛൻ മാത്രമേ ഉള്ളൂ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റരൊക്കെ ഇങ്ങനെ ചിരിച്ചൊരു വഴിയാവും. അച്ഛൻ അത്രമാത്രം നന്നായിട്ട് പറയും കേട്ടോ. ഇത് അച്ഛന്റെ സ്ക്രിപ്റ്റ് ഒക്കെ കേൾക്കുമ്പോൾ നല്ലതാണ്. അച്ഛനൊന്ന് പറയും ഒരു സംഭവം എടുത്ത്, ഞാൻ എങ്ങോട്ട് പോയപ്പോ ഇങ്ങനെ ഒന്ന് സംഭവിച്ചു, അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എല്ലാരും ഇങ്ങനെ കേട്ടുപോകും. അച്ഛന് ഭയങ്കര ഇതായിരുന്നു. അച്ഛന് ഭയങ്കര ജോബിയിലായിരുന്നു. അച്ഛന്റെ ലുക്കാണ് അച്ഛനൊന്നും ഇങ്ങനെ കുറച്ച് ഇങ്ങനെ എല്ലാം പേടിച്ചു പോകും. പക്ഷെ അച്ഛൻ ആദ്യം ചെയ്യുന്നത് എന്തറിയോ, ഈവൻ ന്യൂസ് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, പുതിയതായിട്ട് ചാൻസ് ഒക്കെ ചോദിച്ചു വരത്തില്ല സിംഗർ, ആദ്യം വന്നിട്ട് അച്ഛനൊന്ന് അവരെ കംഫർട്ട് ചെയ്യും. ആദ്യം കുറച്ചു നേരം ഒന്ന് സംസാരിക്കും. പിന്നെ ഉണ്ട്, എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് പറഞ്ഞ് ചെയ്ത് കുറച്ച് സംസാരിക്കുക. അങ്ങനെ കഴിഞ്ഞിട്ടാണ് പിന്നെ പാട്ട് പാടാൻ പറയുന്നത്. അച്ഛൻ ഭയങ്കര, ഞാൻ പറഞ്ഞില്ല, അച്ഛൻ വന്നിട്ട് സൂപ്പർ ആണ്. വൺ ഓഫ് ദ പ്യൂറസ്റ്റ് ഹാർട്ട് ആണ്. എന്റെ അറിവ് ശരിയാണെങ്കിൽ അച്ഛൻ ഉപയോഗിച്ചിരുന്ന ഹാർമോണിയം തന്നിട്ടുള്ളതും നവീനല്ലേ? യെസ്, ഐ വാസ് ബ്ലെസ്ഡ്. എന്റെ അടുത്ത് കൊടുത്തത് അതൊക്കെ പറയണ്ട, എനിക്ക് ഭയങ്കര വിഷമായി പോകും. ഞാൻ അച്ഛനെ കുറിച്ച് ഞാൻ ഓൾമോസ്റ്റ് ഒരു 15 to 16 years ഞാൻ സംസാരിക്കത്തേ ഇല്ല. എവിടെ പോയാലും എവിടെ അച്ഛന്റെ പാട്ട് കേൾക്കത്തില്ല. അച്ഛന്റെ എന്ത് വന്നാലും ഞാൻ മാറ്റി കളയും. അമ്പലത്തിൽ പോകത്തില്ല. എനിക്ക് അത് ഭയങ്കര ഇതായിരുന്നു. ഒരു ഇപ്പോഴാണ്, പക്ഷെ അതും ശരിയായിട്ടില്ല, ഒട്ടും ശരിയായിട്ടില്ല. ഇപ്പോഴാ ടോപ്പിക് വരുമ്പോഴേ നമുക്ക് അത് കുറച്ച് ഇതാവും. അത് പ്രശ്നം. അത്ര ഇഷ്ടം. ഓ ഗ്രേറ്റ്. ആൻഡ് എന്തായാലും ഇങ്ങനെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഡെഫിനറ്റ്ലി അച്ഛനെ പോലെ ആ ഒരു ലെഗസി കാത്തു സൂക്ഷിക്കാനുള്ള എല്ലാ രീതിയിലുള്ള പ്രാപ്തിയുമുണ്ട് നവീൻ എന്നാണ് ഞങ്ങൾക്കൊക്കെ തോന്നിയത് ഇതൊക്കെ കേട്ടപ്പോൾ. ഡെഫിനറ്റ്ലി മ്യൂസിക് ഡയറക്ടറായിട്ട് വരണം, മലയാളത്തിനും തമിഴിലും പാട്ടുകൾ ചെയ്യണം, പാടണം. ആൻഡ് നമുക്ക് നേരിട്ട് കാണണം. എനിക്കറിയാം ചെന്നൈയിൽ വരും പ്രോബബ്ലി ഈ ഇയറിൽ നിന്ന്. നമുക്ക് കാണണം. കുറേ കൂടി കാര്യങ്ങൾ ചോദിക്കാനും പറയാനുണ്ട്. You are an amazing human being. Thank you for the time. Thank you. Oh, my pleasure. Nice meeting. Thank you. Thank you. Okay, bro.